എല്ലാവർക്കും നമസ്കാരം. ശ്രുതിസ് ഫാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഡിസൈന് എങ്ങനെയാണ് തുണിയിലേക്ക് പകർത്തുന്നത് എന്നതാണ്. അതിനുവേണ്ടി 2 ആപ്പുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു ആപ്പ് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പാണ്. അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പാണ് ഞാൻ ഡിസൈനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ആപ്പുണ്ട്. പേപ്പർ കോപ്പി എന്ന് പറയും. പേപ്പർ കോപ്പി ഇതാണത്. അതിന് മുകളിൽ കാണുന്ന പേപ്പർ കോപ്പി എന്ന് പറയുന്ന ആപ്പാണ്. ഈ 2 ആപ്പുകളും പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഡിസൈൻ ട്രേസ് ചെയ്യുന്നത് കാണാം. ആദ്യം ഞാൻ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് ഞാൻ എപ്പോഴും ഈ ഡിസൈൻസ് നോക്കുന്നത് കൊണ്ട് കൂടുതലും അതാണ് അതിനകത്ത് ഉള്ളത്. നിങ്ങൾക്കത് വന്നില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. മെഷീൻ എംബ്രോയ്ഡറി ഡിസൈൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡിസൈനുകൾ കിട്ടും. ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതുപോലത്തെ വരച്ച ഡിസൈൻസ് അല്ലാതെ ഈ എംബ്രോയ്ഡറി ചെയ്ത ഡിസൈൻസും ഉണ്ടാകും. അതും വേണമെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഒന്ന് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ട്രേസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ മുകളിൽ കണ്ട ഈ ഡിസൈനാണ് ട്രേസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ മുകളിൽ ഒരു 3 പോയിൻ്റ് കൊടുത്തിട്ടുണ്ടാകും. അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ടാകും, നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ട്രേസ് ചെയ്യാം. പേപ്പർ കോപ്പി എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഇമേജുകളും ഉണ്ടാകും. നമുക്കതിൽ ഏതാ വേണ്ടത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ആക്കിയ ഇമേജിനെ സെലക്ട് ചെയ്യാം. ഈ ഡിസൈന് നമുക്ക് എത്ര അതിൻ്റെ സൈസ് വലുത് വേണമെങ്കിൽ സൂം ചെയ്തിട്ട് അതിനെ വലുതാക്കാൻ പറ്റും. ചെറുതാണെങ്കിൽ ചെറുതാക്കാനും പറ്റും. അത് കഴിഞ്ഞ് അതിനെ നമ്മൾ ലോക്ക് ചെയ്യണം. നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അത് ഡിസൈൻ വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അതെങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. സൈഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനാണ് സൈഡിൽ ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് എത്ര സൈസ് വേണ്ടത് അത്ര സൂം ചെയ്ത് വെച്ചിട്ട് ആ ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്താൽ മതി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല അത്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ട്രേസിങ് പേപ്പർ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു ട്രേസിങ്ങിൻ്റെ വീഡിയോയിൽ. ആ ട്രേസിങ് പേപ്പർ അതിനകത്ത് വെച്ചിട്ട് ട്രേസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ വരച്ചെടുക്കണം. ഇവിടെ ഞാൻ ഫ്ലവറിൻ്റെ പകുതി ഡിസൈൻ ആക്കുന്നുള്ളൂ ആ സെൻറ്ററിൽ. എന്തിനാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഫുള്ള് ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് വേറൊരു ട്രേസിങ് പേപ്പറിൽ ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ പകുതി നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത് അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ആ നെക്കിൻ്റെ സൈഡിൽ കൂടെ ഈ ഡിസൈൻ വെച്ചിട്ട് പിന്നെയും ട്രേസ് ചെയ്യണം. അവിടെ പകുതി ഫ്ലവറിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ പകുതി കറക്റ്റ് ആ സെൻറ്ററിലോട്ട് വെച്ചിട്ട് പകുതി വരച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ആ നെക്കിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ വേണോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുള്ള് ഡിസൈൻ വരച്ചെടുക്കണം.
നമുക്കിതുപോലെ ചെറിയൊരു ഡിസൈൻ കിട്ടിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് എത്ര വലിയ ഡിസൈൻ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് വലിയ ഡിസൈനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മൊബൈലിനകത്ത് ട്രേസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ ട്രേസ് ചെയ്താൽ മതി. ഇനി ഇതിനെ തുണിയിലേക്ക് പകർത്താം. ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് നമുക്ക് നെക്ക് എവിടെ വരേണ്ട ആ പോർഷനിൽ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ ഡബിളിൽ മടക്കി കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്താണ് നെക്ക് വരേണ്ടത്. അവിടെ നന്നായി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാർബൺ ഷീറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. കാർബൺ ഷീറ്റ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു. ആ കാർബൺ ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാർബൺ ഷീറ്റ് നമ്മൾ ലൈറ്റ് കളറിലുള്ളത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഡാർക്ക് കളറിലൊക്കെ കിട്ടും, അത് പക്ഷേ തുണിയിലോട്ട് കളർ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ലൈറ്റ് കളറിലുള്ള കാർബൺ ഷീറ്റ് യൂസ് ചെയ്യണം. അതിന് നമ്മളിങ്ങനെ അടിയിൽ വെച്ച് കൊടുക്കണം. തുണീൻ്റെ അടിയിൽ വൈറ്റ് കളർ മുകളിൽ കാണും പോലെ വെച്ച് കൊടുക്കണം. പ്ലെയിന് മുകളിൽ വരണം, പ്രിൻ്റുള്ള സ്ഥലം അടിയിൽ പോകണം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ ഇനി ഒരു കാർബൺ ഷീറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നേരെ തിരിച്ചാണ് ഇടേണ്ടത്. ആ വൈറ്റ് കളർ പ്ലെയിനുള്ള സ്ഥലം നമ്മൾ തിരിച്ചിടണം. പ്രിൻ്റുള്ള സ്ഥലം മുകളിൽ വരണം. ശരിക്കും നമ്മൾ ആ മടക്കിയ സ്ഥലത്ത് കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ നമ്മൾ വരച്ച ഡിസൈൻ വെച്ച് കൊടുക്കണം. ഈ ഡിസൈനും തുണിയും കാർബൺ ഷീറ്റും നമ്മൾ ഒരേ ലെവലിൽ വേണം വെച്ച് കൊടുക്കാൻ. ആ ഡിസൈൻ സ്റ്റാർട്ടാകുന്ന സ്ഥലവും ആ കാർബൺ ഷീറ്റും തുണിയും ഒരേ സ്ഥലത്തായിരിക്കണം. അടിയിൽ കാർബൺ ഷീറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും കുഴപ്പമില്ല, അത് ഡിസൈൻ കറക്റ്റ് വരും. മുകളിൽ കാർബൺ ഷീറ്റും ട്രേസിംഗ് പേപ്പറും തുണിയും ഒരേ ലെവലിലായിരിക്കണം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്ന് കുത്തി കൊടുക്കണം. 3 തുണിയും 3 പേപ്പറും കൂടി കൂട്ടിയിട്ട് രണ്ട് സൈഡിൽ സൂചി കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും ട്രേസ് ചെയ്യുമ്പോൾ. പക്ഷെ ഞാനിപ്പോൾ കുത്തി കൊടുക്കുന്നില്ല, അതിന് മുകളിൽ കൂടെ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം നെക്ക് വരച്ചെടുക്കുക. നെക്ക് നമ്മുടെ കറക്റ്റ് സൈസിൽ വേണം മാർക്ക് ചെയ്യാൻ. നമുക്ക് എത്രയാണ് വേണ്ടത് ആ സൈസിന് മാർക്ക് ചെയ്തിട്ട് അതിന് ചുറ്റും വേണം ഡിസൈൻ വരയ്ക്കാൻ. അത് കഴിഞ്ഞ് ആദ്യം വരച്ച പോലെ തന്നെ അതിന് മുകളിൽ കൂടെ വരച്ചെടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ട്രേസിംഗ് പേപ്പറും കാർബൺ ഷീറ്റും മാറ്റാം. ഇത് ഡിസൈന് ഇങ്ങനെ വന്നിട്ടുണ്ട്, പകുതി ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് നിവർത്തി കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മിഡിലിൽ നമ്മൾ പകുതി ഫ്ലവറല്ലേ ട്രേസ് ചെയ്തുള്ളൂ, അതിപ്പോൾ രണ്ട് ഭാഗത്താകുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലവർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ട്രേസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് നെക്കിന് ചുറ്റും തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഷോൾഡറിന് താഴോട്ട് വേറെ ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലവർ മാത്രം മതിയെങ്കിൽ ദൂരെ ഓരോരോ ഫ്ലവർ വെച്ച് അങ്ങനെയും ട്രേസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. Thank you.